നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം ഹർഷീന എന്ന യുവതിക്ക് വയറ്റിൽ കത്രികയുമായി ജീവിക്കേണ്ടി വന്നത് 5 വർഷക്കാലമാണ്. 2017 ഹർഷീന തന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നത്. ഈ അവസരത്തിലാണ് ഡോക്ടർമാർ വയറിനകത്ത് കത്രിക മറന്നുവെക്കുന്നതും തുടർന്ന് ആ വേദനയുമായി എന്താണ് തന്റെ വേദനയുടെ ഉറവിടം എന്ന് പോലും അറിയാതെ 5 വർഷക്കാലം ആ യുവതിക്ക് ജീവിക്കേണ്ടി വരുന്നു. തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഹർഷീനയുടെ വയറിനകത്ത് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയിരിക്കുന്നതായി തിരിച്ചറിയുന്നത്. 2022 മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും തനിക്ക് അർഹമായ നീതി ലഭ്യമായിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ യുവതിക്ക് തന്റെ പോരാട്ടത്തെ തെരുവിലേക്ക് പോലും കൊണ്ടുപോകേണ്ടി വന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നടത്തിയ പ്രസ്താവനയാണ്. ഹർഷീനയുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പി സതീദേവി പറഞ്ഞ കാര്യം. താൻ നേരിട്ട നീതി നിഷേധത്തിനെതിരായിക്കൊണ്ട് ഒരു യുവതി നടത്തിയ സമരത്തെയാണ് ഇത്തരത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ പരിഹസിക്കുന്ന നിലപാടെടുത്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഹർഷീനയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷയായ പി സതീദേവി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഹർഷീനയുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ്? ഒരു വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അനീതി അല്ലെങ്കിൽ ഒരു ന്യായത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു സംഭവിക്കുമ്പോൾ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മീഷനൊക്കെ ഉള്ളത്. അപ്പൊ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച സമയത്ത് നമ്മളൊരു കമ്മീഷനെയും കണ്ടിട്ടില്ല. പിന്നെ അവരാദ്യമായിട്ട് നമ്മളെ സമീപിച്ചാണ്. നമ്മൾ അവർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വന്ന് ആ സമരപന്തലിൽ വന്ന് ഉറപ്പ് തന്നു പോയതിന്റെ പിറ്റേ ദിവസം നമ്മളെ വീട്ടിൽ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സതീദേവി എന്ന് പറഞ്ഞ വനിതാ കമ്മീഷൻ അധ്യക്ഷ. അവർ നേരിട്ട് വന്നിട്ട് ആരോഗ്യമന്ത്രി ഉറപ്പാക്കിയതാണല്ലോ. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും പറയാം, നിയമസഹായം എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും, നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു പോയി എന്നല്ലാതെ നമുക്ക് സഹായം വേണ്ട ഒരുപാട് സമയങ്ങളിലായിരുന്നു. അതിലൊന്നും ആരും സഹായം കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ ഈ ഒരു സമരത്തെ പറയണമെങ്കിൽ അത്രയും മനുഷ്യത്വരഹിതമായ പ്രസ്താവനകളാണ് അതൊക്കെ. കാരണം ഒരു സ്ത്രീ സമൂഹത്തിൽ അനുഭവിക്കാന്ന് എന്താ പറയുക, അത്രയും വേദനകൾ സഹിച്ച് ഒരു നീതി ഉറപ്പാകാതെ 2.5 വർഷത്തോളായി ഇത് അറിഞ്ഞതിന് ശേഷം. മൊത്തം 8ാമത്തെ വർഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഇത്രയും വർഷമായിട്ട് ഒരു നീതി വാങ്ങി തരാൻ പോലും കഴിയാതെ അവർ ചെയ്യേണ്ടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഒന്ന് ഒഴിവാകാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, അതിനൊന്നും മറുപടി ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത്രയും ഒരു പ്രസ്താവനയായിപ്പോയി. ശരിക്കും നമുക്ക് സങ്കടമുണ്ട്. പിന്നെ എനിക്കൊന്നും ഇത് അനുഭവിച്ച് ഒന്നിലൊരു പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സങ്കടമൊന്നുമില്ല. എന്നാലും പൊരുതി തന്നെ നീതി നേടും. കാരണം ഒരുപാട് നിഷ്കളങ്കരായ നല്ല മനുഷ്യത്വമുള്ള മനുഷ്യരുടെ പ്രാർത്ഥന ഉണ്ട് കൂടെ. കാരണം ഞാൻ നീതിക്ക് വേണ്ടിയിട്ടാണ്, അർഹതപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരാൾക്ക് ഇത് വരാൻ പാടില്ല. കാരണം ഓരോ ചികിത്സാ പിഴ വരുമ്പോഴും നമുക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം അറിയാം. കാരണം അത് അനുഭവിച്ചവന് അതിൻ്റെ ഒരു സങ്കടം മനസ്സിലാവും. ഒരു ജീവിതം, ഒരു കുടുംബത്തിന്റെ ഒരു ജീവിതം തന്നെയാണ് തകർന്നു പോകുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം സമൂഹത്തിൽ ഇല്ലാത്തടത്തോളം കാലം, അല്ലെങ്കിൽ ഒരു നടപടി വരാത്തടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത്രയും വ്യക്തമായ തെളിവുകളുടെ ഇത്രയും വലിയൊരു സംഭവത്തിന് ഒരു പരിഹാരം, ഒരു നിയമ നടപടി വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു പരിഹാരം കൊടുക്കുക? എത്രയും പെട്ടെന്ന് നീതി ഉറപ്പാകണം. ഇനി എത്ര കാലം പൊരുതിയിട്ടാണെങ്കിലും, മരണം വരെ പൊരുതിയിട്ടാണെങ്കിലും നീതി ഉറപ്പാകുമെന്നാണ് പ്രതീക്ഷ. പഠിച്ചവനുണ്ടാകും. നീതിക്ക് വേണ്ടി കഴിഞ്ഞ 8 വർഷമായി ഹർഷീന സർക്കാർ സംവിധാനങ്ങളുടെ വാതിലിൽ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടോ ഇപ്പോഴും തനിക്ക് അർഹമായ നീതി മാത്രം ലഭ്യമാകുന്നില്ല എന്നാണ് ആ യുവതി പറയുന്നത്. ഇതിനിടെയാണ് ഹർഷീനയുടെ സമരത്തെ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന രീതിയിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ അപഹസിക്കുന്നത്. ഇത്രയും കാലം താൻ ബുദ്ധിമുട്ടുകൾ അത്രയും അനുഭവിച്ചപ്പോൾ ഇവരെല്ലാവരും എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഹർഷീനയും ചോദിക്കുന്നത്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.